നമസ്തേ. നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാളും വളരെ ശക്തിയുള്ള ഒന്നാണ് നെഗറ്റീവ് തിങ്കിങ്. ചിന്തകൾ അതിശക്തമായിട്ടുള്ള കാര്യങ്ങളാണെന്നും യാഥാർത്ഥ്യത്തിനെ പോലും മാറ്റാനുള്ള കഴിവുണ്ടെന്നും ഒക്കെ മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ആളുകളും ചിന്തകളെ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തന്നെ ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യുന്നു. നെഗറ്റീവ് തിങ്കിങ്ങിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത അധികരിക്കുകയാണ്. അതങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഏകദേശം എന്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുമുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾ വളരെ ബുദ്ധിപൂർവ്വം മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി നെഗറ്റീവ് വർത്താനം പറയുന്നവരുണ്ട്. അവരുടെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ വന്നിട്ട് സ്റ്റാഗ്നേഷൻ ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. ആത്യന്തികമായിട്ടുള്ള ഉന്നത വിജയം അത് ആത്മീയതയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് തിങ്കിങ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ മാറ്റേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നെഗറ്റീവ് തിങ്കിങ്ങിനെ തിരിച്ചറിയുക, നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെയാണ് നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ടും അതിനെ ബൈപ്പാസ് ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റാനായിട്ടും സാധിക്കുക. ഹെർമറ്റിസത്തിനെ കുറിച്ച് ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്, അതായത് നെഗറ്റീവും പോസിറ്റീവും ഒരേ സംഗതിയുടെ തന്നെ രണ്ട് എക്സ്ട്രീംസ് ആണ്. അപ്പൊ നമ്മൾ ഈ സ്കെയിലിനെ സ്ലൈഡ് ചെയ്ത് നമ്മൾ ഒരു ന്യൂട്രൽ പൊസിഷന് വരുന്നതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള അവസ്ഥ. എല്ലാത്തിനെയും നമുക്ക് എക്സ്ട്രീമിസം ഇല്ലാതെ തന്നെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ രണ്ടിൽ നിന്നും മുക്തി പ്രാപിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടിനെയും ഭരിക്കാനായിട്ട് സാധിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് നെഗറ്റീവ് തിങ്കിങ്ങിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് അതിനെ സൈക്കോ സ്പിരിച്വൽ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ജീവിതത്തിനെ ഉയർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചില ആളുകൾ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. നെഗറ്റീവ് തിങ്കിങ്ങിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇറ്റ് അട്രാക്ട്സ് നെഗറ്റിവിറ്റി എന്നുള്ളതാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയെ അത് വളരെയധികം കൂട്ടിക്കൊണ്ടുവരികയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കണം. നമ്മുടെ കൊഗ്നീഷനിൽ മാറ്റം വരുന്നതിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ചിന്താ രീതിയിൽ മാറ്റം വരുത്തുന്നതിൽ തന്നെ, നമ്മുടെ ഇമോഷണൽ തിങ്കിങ്ങിനെ കുറച്ചും കൂടെ റേഷണലാക്കി ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നെഗറ്റീവ് തിങ്കിങ്ങിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള പരിണിത ഫലങ്ങൾ വേണോ, നമുക്ക് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഗുണങ്ങൾ വേണോ എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിനെ ഇത് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സ് ആദ്യമൊക്കെ പല കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്യും. നമ്മുടെ മനസ്സിന് തന്നെ എപ്പോഴും എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ പറഞ്ഞു വീണ്ടും വീണ്ടും കൊടുക്കുകയാണെങ്കിൽ പതിയെ നമ്മുടെ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിന്റെ ഹിതത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും അതുവഴി നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറൽ വയറിങ്ങിനെയും റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. നെഗറ്റീവ് തിങ്കിങ് നമ്മളിലേക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു തവണ ഒരു നെഗറ്റിവിറ്റി ജീവിതത്തിൽ ഒക്കേർ ചെയ്തു, പിന്നെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പരാജയമാകും, ഞാൻ ഒരു തവണ അമ്പെ പരാജയപ്പെട്ടു പോയി, ഇനി എനിക്ക് ജീവിതത്തിൽ മുഴുവൻ ദുരന്തമാണെന്ന് പറയുന്ന ഒരു ദുരന്തോ എക്സ്പ്രസ് ആയിട്ട് നമ്മൾ മാറുകയാണ്. ഓവർ ജനറലൈസേഷൻ ആണ്. അതായത് ഒരു കാര്യം നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ ബാക്കി എല്ലാത്തിലേക്കും അത് അങ്ങനെ ആയിരിക്കുമെന്നുള്ള ഒരു ചിന്ത നമ്മളെ പിടികൂടുകയാണ്. അങ്ങനെ നെഗറ്റീവ് തിങ്കിങ് പതുക്കെ നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്നതിലേക്ക് കയറുന്ന ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് പോയിന്റ് ആണ് ഈ പറഞ്ഞ ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതി പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പണ്ട് ഒത്തിരി തെറ്റുകൾ ചെയ്തു, അതിന്റെ ഗിൽറ്റ് എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും, എനിക്കിനി ദുരന്തമായിരിക്കും. പക്ഷേ ദൈവത്തിന് മുൻപിൽ നമ്മൾ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ദുരന്തം മാറി എന്നുള്ളതാണ്. ദൈവം അല്ലെങ്കിൽ നമ്മുടെ അബോധതലങ്ങളുമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ആക്സസ് എടുത്തതിന് ശേഷം നമ്മൾ ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന്, അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചതായിട്ടുള്ള ആ ഒരു സ്വഭാവം എന്നിൽ നിന്ന് മാറും, ഞാൻ പുതിയൊരു മനുഷ്യനായി എന്നുള്ള ചിന്ത നമ്മൾ കൊടുക്കുന്ന സമയത്ത് പതിയെ പതിയെ അത് മാറി വരികയാണ്. അപ്പൊ ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു ലക്ഷണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾ പലപ്പോഴും ഞാനും നെഗറ്റീവ്, ബാക്കിയുള്ള ആൾക്കാർ നെഗറ്റീവ് എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. പിന്നെ ചില ആളുകളുണ്ട്, ഞാൻ പോസിറ്റീവ് നീ നെഗറ്റീവ്. കാരണം അവന്റെ ഉള്ളിലത്തെ നെഗറ്റിവിറ്റിയെ അവനൊരു പ്രൊജക്ഷൻ ചെയ്തുകൊണ്ട് ഞാൻ പോസിറ്റീവ് ആണെന്ന് കാണിച്ചുകൊണ്ട് മറ്റവന്റെ അടുത്തേക്ക് അവന്റെ ഉള്ളിലത്തെ നെഗറ്റിവിറ്റിനെ കൊടുക്കുന്നതായിട്ടുള്ള ഒരു പാരഡോക്സ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ സബ്റ്റിൽ ആയിട്ടുള്ള ബിഹേവിയറുകൾ മുതൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വരെ നെഗറ്റീവ് തിങ്കേഴ്സിലുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ നെഗറ്റീവ് തിങ്കിങ്ങിന്റെ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ലക്ഷണം എന്താണെന്നുള്ളത് നോക്കാം. നെഗറ്റീവ് തിങ്കിങ്ങിന്റെ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളൊരു 3-4 കൂട്ടുകാർ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ഒരു ടാസ്ക് ആണ്, കുറച്ച് റിസ്ക് ഉള്ള ഒരു ടാസ്ക് ആണ്. അപ്പോൾ ഉണ്ട് കൂട്ടത്തിൽ ഒരുത്തം പറയുന്നു, എന്താവുമോ എന്തോ, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അപ്പൊ തന്നെ ഒരു നെഗറ്റിവിറ്റി കയറി. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അതായത് എപ്പോഴും ഏറ്റവും വലിയ ദുരന്തമാണ് ഇത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവരെ പിന്തിരിപ്പിക്കുക കൂടെ ചെയ്യും എന്നുള്ളതാണ് ഈ ദുരന്തം അല്ലെങ്കിൽ കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ലക്ഷണം. ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഏറ്റവും മോശമായിട്ടുള്ളത് പ്രതീക്ഷിക്കുന്നു,
എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സകലതും പൊളഞ്ഞു. കമ്പനിയിൽ ബോസ് ഒരു ടാസ്ക് ഏൽപ്പിച്ചു, ഈ ടാസ്കിൽ ചെറിയൊരു ടാസ്ക് ആയിരിക്കും, ചിലപ്പോൾ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ടാസ്ക് ആയിരിക്കില്ല, പക്ഷെ ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫുള്ള് കമ്പനിയും ബോസും ഞാനും എൻ്റെ ജീവിതവും കുടുംബവും സൊസൈറ്റി വരെ തകർന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് നെഗറ്റീവ് തിങ്കിങ് നമ്മളെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക. ഇതിങ്ങനെ ആയി കഴിഞ്ഞാലും ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിലാണ് നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നെഗറ്റീവ് തിങ്കേഴ്സിനെ പിടികൂടുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഓൾ ഓർ നത്തിങ് എന്ന് പറയുന്ന ഒരു ചിന്താരീതി. അതായത് ഞാൻ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്നെ അംഗീകരിക്കുകയുള്ളൂ. എനിക്ക് എന്തെങ്കിലും ചെറിയൊരു കുറവുണ്ട്, ഒന്നുകിൽ എനിക്ക് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കണക്ക് കൂട്ടാൻ പറ്റാറില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ പറ്റാറില്ല, എന്തെങ്കിലുമൊക്കെ കുറവ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും. പക്ഷെ എന്നിലുള്ള 100 ഗുണങ്ങൾ കാണാതെ എൻ്റെ ഉള്ളിലത്തെ ആ നെഗറ്റിവിറ്റി അത് സ്വയവും അങ്ങനെയായിരിക്കും, മറ്റുള്ളവരെ അങ്ങനെയായിരിക്കും. അങ്ങനെ കാണുന്ന ഒരു സ്വഭാവം ഇത് നെഗറ്റീവ് തിങ്കിങ്ങിന്റെ മറ്റൊരു ലക്ഷണമാണ്. ഓൾ ഓർ നത്തിങ് എന്ന് പറയുന്ന ഒരു ചിന്താരീതിയാണിത്. ഇതൊരു കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഒരാൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പൊ അയാളെ കണ്ടപ്പോൾ ബോസ് ചിരിച്ചില്ല. അപ്പൊ അയാൾ ചിന്തിക്കുക, കഴിഞ്ഞ ആഴ്ച എന്നെ ഏൽപ്പിച്ച ടാസ്ക് എനിക്ക് അത്ര ബോസ് ഉദ്ദേശിച്ച അത്രയും ഇതിൽ എത്തിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ബോസിന് എന്നോട് ദേഷ്യമാണ്, ഞാനൊരു വിഡ്ഢിയാണെന്ന് തന്നെയാണ് ബോസ് വിചാരിക്കുന്നത്, ഇനി എന്നോട് ഒരു വില ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള രീതിയിലുള്ള മൈൻഡ് റീഡിങ്, അതായത് പ്രത്യേകിച്ച് ഒരു പ്രൂഫ് ഇല്ലാതെ വേറുള്ള ആൾക്കാർ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതെന്നുള്ളത് നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടിയിട്ട് സ്വയം അതെടുത്ത് തലയെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ആ ബോസ് അങ്ങനെ ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല, അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടും ഉണ്ടാവില്ല, അയാൾക്ക് അറിയത്തും ഉണ്ടാവില്ല, പക്ഷെ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആളുകളോട് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റില്ല. അത് അവരുടെ മനസ്സിനെ വലിയൊരു കല്ലെടുത്തിട്ട പോലെ ആയിരിക്കും ബോസ് ചിരിക്കാതെ പോയത് അവരെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. മൈൻഡ് റീഡിങ് പോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാം പേഴ്സണലായിട്ട് എടുക്കുക, അവരവരുടെ ഇമോഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുക. അതായത് ലോജിക്കിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇമോഷണലായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തുകയും സ്വയം ദുഃഖത്തിലേക്ക് പോകുന്നതായിട്ടുള്ള അവസ്ഥ. അവസാനത്തെ ഒരു ലക്ഷണമാണ് ഫിൽറ്റേർഡ് തിങ്കിങ്. അതായത് ഒത്തിരി പോസിറ്റീവുകളുണ്ട്, 1000 പോസിറ്റീവുകളുണ്ട്, പക്ഷെ ഒരു നെഗറ്റീവ് വന്നാൽ അത് മാത്രം കാണും, എന്നിട്ട് അത് വെച്ചിട്ട് കാര്യങ്ങളെ വിലയിരുത്തും. അതൊരു തരത്തില് നെഗറ്റീവിനെ മാത്രം എടുക്കുകയാണ്, ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്, പോസിറ്റീവിനെ മാറ്റിക്കളയുന്നതായിട്ടുള്ള ഒരു സ്വഭാവം നെഗറ്റീവ് തിങ്ക് ചെയ്യുന്ന ആൾക്കാരിലുള്ള മറ്റൊരു ലക്ഷണമാണ്. നമ്മളിലൊക്കെ ഇതിന്റെ പല ലക്ഷണങ്ങളും പലപ്പോഴും വന്നു പോയിട്ടുണ്ടാവും. ചിലതിനെ നമ്മൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നമുക്കത് ഉണ്ടെന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ അതിനെ കീഴ്പ്പെടുത്താനായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു ചിന്തയാണ്, നിങ്ങൾക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ് എനിക്കുണ്ടെന്നുള്ളത് ഞാൻ ബോധ്യപ്പെടണം. ആ സമയത്താണ് എനിക്കതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഇല്ലാത്ത ശത്രുവിനോട് നമുക്ക് എങ്ങനെയാണ് കീഴ്പ്പെടുത്താനും ഓവർകം ചെയ്യാനായിട്ടും സാധിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സംഗതി എനിക്കുണ്ട്, പക്ഷെ അതെന്നെ കീഴ്പ്പെടുത്തുന്നില്ല, എനിക്കതിനെ എങ്ങനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ചിന്തയാണ് നെഗറ്റീവ് തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്നതായിട്ടുള്ള ഇനി പറയുന്നതായിട്ടുള്ള സൈക്കോ സ്പിരിച്വൽ സൊല്യൂഷൻസിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നെഗറ്റീവ് തിങ്കിങ്ങിനെ ബീറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തിങ്കിങ് ഏതൊക്കെ രീതിയിലുണ്ട്, ഈ പറയുന്ന എല്ലാം ഒരുമിച്ച് ഒരു മനുഷ്യന് വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നിന്ന് ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം വന്നാലും ബുദ്ധിമുട്ടായിരിക്കും. ഒരെണ്ണമൊക്കെ വല്ലപ്പോഴും നമ്മളുടെ മനസ്സിലൂടെ വന്നു പോകും, കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്, നമ്മൾ പൂർണ്ണരുമല്ല. നമ്മൾ പൂർണ്ണമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ സമാധി അല്ലെങ്കിൽ ദൈവത്വത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും. പക്ഷെ സാധാരണ ഈ ഭൗതിക ലോകത്ത് ഈ കലിയുഗത്തിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റിവിറ്റീസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് അവിടെ ഒരു ബൈപാസിങ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്തൊക്കെ ചിന്തകളാണ് എന്നെ അലട്ടുന്നത്, എന്നെ ബോസ് അങ്ങനെ ചിന്തിച്ചു എന്നുള്ള കാര്യം മുതൽ നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യം തൊട്ട് ജീവിതത്തിൽ പാർട്ട്ണറുമായിട്ട് വരുന്ന കാര്യങ്ങൾ വരെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ദുഃഖത്തിലേക്ക് പോകുന്നത്, അതിന്റെ പിന്നിൽ യാഥാർത്ഥ്യമുണ്ടോ, ഇനി അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാണ്, കോൺക്രീറ്റ് ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. അതിൽ എഴുതി വെച്ചതിന് ശേഷം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ലോ ഓഫ് പോളറൈസേഷനിൽ നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സംഗതിയെ വെച്ചിട്ട് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ഒന്നാമത്തേത് നമ്മൾ ഫൈൻഡിങ് ഔട്ട് ദ നെഗറ്റീവ് തോട്ട്സ് ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ നമ്മൾ കണ്ടെത്തി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, അതിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ദുരന്തം സംഭവിക്കുന്നതാണ് എന്റെ വിശ്വാസം, പക്ഷെ ഇങ്ങനെയും സംഭവിച്ചുകൂടെ, ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും വളരെയധികം ഉണ്ടല്ലോ. നെഗറ്റീവ് തോട്ടിനെ ചലഞ്ച് ചെയ്തതിന് ശേഷം അതിനെ പോസിറ്റീവ് തോട്ടുമായിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവ് തോട്ടിനെ എടുത്തു മാറ്റുക, അവിടെ പോസിറ്റീവ് തോട്ട് പ്ലേസ് ചെയ്യുക.
അപ്പൊ നമ്മളെ മൈൻഡ് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. കാരണം പ്രകൃതിയിൽ എല്ലാ കാര്യവും റിപ്പീറ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മരത്തിന്റെ ശിഖരങ്ങൾ പോലും ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊന്ന് പൊട്ടിമുളച്ച് ഇങ്ങനെ റിപ്പീറ്റേഷൻ, ആ ഒരു ഹാബിറ്റ്, ആ ഒരു പാറ്റേൺ നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളിലും ആ റിപ്പീറ്റഡ് പാറ്റേൺസ് പ്രപഞ്ചം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യണം. കാരണം നമ്മുടെ ബേസിക് ആയിട്ടുള്ള അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഹയർ ഡയമെൻഷനിലേക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നെഗറ്റീവ് ചിന്തകളുടെ മേലെ കൊടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ നെഗറ്റീവ് തിങ്കിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ചെറിയൊരു അച്ചീവ്മെന്റ്സ് ആയിരിക്കും. നമ്മൾ ഓഫീസിൽ നിന്ന് ബസ്സിൽ കയറി സീറ്റ് കിട്ടിയതിനായിരിക്കും നമ്മൾ നന്ദി പറയുന്നത്. ഓഫീസിൽ നിന്ന് ബസ്സിൽ കയറി ചിലപ്പോൾ നമ്മൾ വന്നിറങ്ങി, അപകടമൊന്നും ഇല്ലാതെ വന്നിറങ്ങിയല്ലോ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിനായിരിക്കും നന്ദി പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷ് ആയപ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടി, അതിനായിരിക്കും നമ്മൾ നന്ദി പറയുന്നത്. ഭക്ഷണം കഴിച്ചതിനായിരിക്കും നന്ദി പറയുന്നത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നെഗറ്റിവിറ്റിയുടെ പോളറൈസേഷനിൽ നിന്ന് നമ്മൾ പതുക്കെ നമ്മളെ തന്നെ സ്ലൈഡ് ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ നെഗറ്റിവിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുവാണ് അല്ലെ. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, ഗോസിപ്പ് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന്, എന്തിനും ഏതിനും ദുരന്തവും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളുടെ അടുത്ത് നിന്ന്, അത്തരത്തിലുള്ള ആപ്പുകളുടെ അടുത്ത് നിന്ന്, അതിൽ നിന്നൊക്കെ മാറി എന്ത് ചെയ്യുക? നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു സറൗണ്ടിലേക്ക് നമ്മളെ തന്നെ മാറ്റുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു വഴി. അതായത് ഡിസ്റ്റൻസ് ചെയ്യുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, അടുത്ത 10 മിനിറ്റ് നേരത്തേന് ഒരു മാങ്ങയെക്കുറിച്ച് ഓർക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കൂടെ മിന്നി മറയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ മാങ്ങയിൽ നിന്ന് നമ്മളെ ഡിസ്റ്റൻസ് ചെയ്യുകയാണെങ്കിലോ, നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ചിന്തയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലോ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലോ, അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ തന്നെ മനസ്സിനെ അടുപ്പിക്കുന്നത് നമ്മൾക്ക് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയെ ബൈപ്പാസ് ചെയ്ത് പോസിറ്റിവിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് എക്സ്പെക്ടേഷൻസ് ഒന്നും കൊണ്ടുവെക്കരുത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീണ്ടും പെട്ടെന്ന് തന്നെ ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാനായിട്ടുള്ള സ്വഭാവം കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ അധികം ഉണ്ടാകരുത്. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനി വൺ. പക്ഷെ ഹോപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പൊ എക്സ്പെക്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിലും ആത്യന്തികമായിട്ട് എനിക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് വിജയത്തിലേക്ക് പോകുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് അഫർമേഷൻസ്. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപുള്ള ഒത്തിരി വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവും കൂടിയായിരിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റുകൾ എപ്പോഴും മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, അത് എഴുതിക്കൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെ നെക്സ്റ്റ്, എങ്ങനെ ഗ്രോത്ത്, എന്താണ് സൊല്യൂഷൻ, എന്താണ് പോസിബിലിറ്റി എന്നുള്ള ആ ഒരു സൊല്യൂഷന്റെ സൈഡിലേക്ക് തന്നെ ചിന്ത കൊടുക്കുക. പ്രോബ്ലത്തിനേക്കാളും ഉപരിയായിട്ട് പ്രോബ്ലത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെയും ആ പ്രോബ്ലത്തിൽ തന്നെ കഴിഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സൊല്യൂഷനെ കുറിച്ച് തന്നെ ചിന്തിക്കുക. ആ സമയത്ത് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് അതിനുവേണ്ടി, നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും വർക്ക് ചെയ്തോളും. നിങ്ങൾ ഉണർന്നു കഴിയുമ്പം ഒരു ഇൻസൈറ്റ് ആയിട്ട്, ആഹാ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ആൻസർ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യവും കൂടിയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ചിമ്പാൻസിയിൽ നടത്തിയ പരീക്ഷണമാണ്, ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ചിമ്പാൻസിക്ക് പോലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പം അതിനെക്കുറിച്ച് കുറെയൊക്കെ ശ്രമിച്ചു, പിന്നെ റിലാക്സ് ചെയ്തു, വീണ്ടും ശ്രമിച്ചു, പിന്നെ റിലാക്സ് ചെയ്ത് കുറെ കഴിഞ്ഞപ്പം ഇൻസൈറ്റ്ഫുൾ ആയിട്ട് സൊല്യൂഷൻ വന്നു. അപ്പൊ അതിനേക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനുള്ള മനുഷ്യന്മാർക്ക് എത്ര വികസിതമായിട്ടുള്ള ആശയങ്ങൾ ലഭിക്കാനാണ് സാധ്യത എന്നുള്ള ആ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുക. സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രാക്ടീസ് ഹിയർ ആൻഡ് നൗ. അതായത് ഇവിടെ ആയിരിക്കുക. മൈൻഡ്ഫുൾനെസ് തന്നെ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ മുൻപുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ എപ്പോഴും ഹിയർ ആൻഡ് നൗവിൽ എർത്ത് ചെയ്യുക. കാരണം പാസ്റ്റിൽ നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ആൻഷ്യസ് ആയിട്ടും കാര്യമില്ല. ഡോണ്ട് വറി അബൌട്ട് പാസ്റ്റ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഡിപ്രഷനിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആകുലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസൈറ്റിയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ബാലൻസിനെ തെറ്റിക്കുകയാണ്. അതുകൊണ്ട് നേരെയുള്ള വഴിയിൽ കൂടെ തന്നെ നടക്കുക, മിഡിൽ പാത്തിൽ കൂടെ നടക്കുക. ഇടത്തേക്കും വലത്തേക്കും തിരിയാതെ എന്ത് ചെയ്യുക, മിഡിൽ പാത്തിൽ കൂടെ എല്ലാ കാര്യങ്ങളിലും, നിങ്ങളുടെ മതചിന്തകളിലും, നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലും, ദൈവചിന്തകളിലും എല്ലാത്തിലും ഒരു മിഡിൽ പാത്ത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു ന്യൂട്രൽ സ്റ്റേറ്റിൽ വന്നിട്ട് നമ്മളെ ചുറ്റിനുള്ള എല്ലാത്തിന്റെയും മേലുള്ള നിയന്ത്രണം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ കാലാന്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏത് നെഗറ്റീവ് തിങ്കിങ്ങിനെയും മറികടക്കാനുള്ള ശക്തി നമ്മളുടെ മനസ്സിനുണ്ട്. നമ്മൾ ഹയർ വൈബ്രേഷണൽ ബീയിങ് ആകുന്നതിന് വേണ്ടി എക്സസൈസ് ചെയ്യുക എന്നുള്ളത്, യോഗ ചെയ്യുക എന്നുള്ളത്, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ മറ്റു വഴികളാണ്.
നമുക്ക് വളരെയധികം പോസിറ്റിവിറ്റി തരുന്ന അഡീഷണൽ ബോണസ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഭക്ഷണം മേടിക്കാൻ വകുപ്പില്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ പണമില്ലാത്ത ആളുകൾക്ക് അത് കണ്ടറിഞ്ഞ് സഹായം ചെയ്യുകയാണ്, അല്ലെങ്കിൽ വസ്ത്രം മേടിക്കാനും സ്കൂളിൽ പോകാൻ കുടയും ബാഗും മേടിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടിക്ക് ആ സംഗതികൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് ചെയ്യുന്ന സമയത്ത് ആ ആളുകളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി, ഇത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ചെയ്യുവാണെങ്കിലോ അത് ഭയങ്കര പവർഫുൾ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ഇത് റൈസ് ചെയ്യും. മറ്റുള്ളവരുടെ ഗ്രാറ്റിറ്റ്യൂഡ്, പ്രപഞ്ചം നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ആ രീതിയിൽ വളർന്നു പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നെഗറ്റിവിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്ത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, സബ്ലിമിനേറ്റ് ചെയ്ത് നമുക്ക് പോസിറ്റിവിറ്റിനെ ഇംപ്രൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫുള്ളി ഫങ്ഷനിങ് സെൽഫ് ആക്ച്വലൈസ്ഡ് ലെവലിലേക്കുള്ള, ഒരു ഹയർ ലെവലിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്റ്റേജിലേക്കുള്ള, ഒരു എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ നാമം ഓർത്തിരിക്കാൻ, ലോകത്തിനൊരു പേര് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾക്കും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർക്കും സന്തോഷം കൊടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകുന്നതും നിങ്ങൾ ജ്ഞാനോദയത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഈ കലിയുഗത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലൂടെ. അതിന് കൂടുതൽ തിളക്കമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.